ദൃശ്യങ്ങളിലേക്ക് തന്നെ നമ്മൾ മടങ്ങി പോവുകയാണ്. പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധമാണ് ഡൽഹിയിൽ ഉണ്ടാവുന്നത്. സമീപകാലത്തൊന്നും ഉണ്ടാവാത്ത തരത്തിലുള്ള പ്രതിപക്ഷ ഐക്യം രൂപപ്പെടുന്നു എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ ഈ പ്രതിഷേധത്തിന് പിന്നിൽ സംഭവിക്കുന്ന ഒരു കാര്യം. കിരൺ, ഒരു കാര്യം കൂടി, രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ നമുക്കൊന്ന് പരാമർശിച്ച് പോകണം തോന്നുന്നു. കാരണം രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവിൻ്റെ നിലയിൽ നടത്തുന്ന ഏറ്റവും സുപ്രധാനമായ ഇടപെടലുകളിൽ ഒന്നായി ഇത് മാറുകയാണല്ലോ. കാരണം വളരെ പഠിച്ച് തയ്യാറാക്കി അദ്ദേഹം അവതരിപ്പിച്ച വാർത്താസമ്മേളനം, അതിന് പിന്നാലെ നടത്തുന്ന നീക്കങ്ങൾ, കോൺഗ്രസ് ആരംഭിച്ചിരിക്കുന്ന ഒരു പോർട്ടൽ, ഇങ്ങനെ ഒരു പ്രതിപക്ഷ ഐക്യത്തെ മുന്നിൽ നിന്ന് നയിക്കാൻ കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും കഴിയുന്നു എന്നുകൂടി ഈ നീക്കത്തിന്റെ ഭാഗമായി വായിക്കേണ്ടി വരില്ല. സജിത്ത്, അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് താൻ ഉദ്ദേശിക്കുന്ന വഴിയിലേക്ക് പലപ്പോഴും പ്രതിപക്ഷ പാർട്ടികളെ എത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കോൺഗ്രസിനെ ആ തരത്തിലേക്ക് മറ്റു പാർട്ടികളെ കോർഡിനേറ്റ് ചെയ്യുന്നതിലൊക്കെ പലപ്പോഴും പരാജയം സംഭവിച്ചിരുന്നു. അല്ലെങ്കിൽ ആ തരത്തിൽ രാഹുൽ ഗാന്ധി അംഗീകരിക്കുന്നതിലൊക്കെ പല പാർട്ടികൾക്കും പ്രയാസമുണ്ടായിരുന്നു. പക്ഷേ അവിടെയാണ് രാഹുൽ ഗാന്ധി എല്ലാവർക്കും ഒരുപോലെ അംഗീകരിക്കേണ്ടി വരേണ്ട ഒരു വിഷയം ആഴത്തിൽ പഠിച്ചുകൊണ്ട് അതിൻ്റെ തെളിവുകൾ മാസങ്ങളെടുത്ത് റിസർച്ച് ചെയ്ത് ശേഖരിച്ച് അത് തെളിവുകൾ സഹിതം പുറത്തുവിട്ടുകൊണ്ട് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളാകെ പല സ്ഥലത്തും തങ്ങൾ എന്തുകൊണ്ട് പരാജയപ്പെട്ടു, മഹാരാഷ്ട്രയിലടക്കം പ്രതിപക്ഷ പാർട്ടികളെ ആകെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു അവിടുത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പിലടക്കം വൻ വിജയം BJP സഖ്യം നേടിയത്. അതിൽ അപ്പോൾ തന്നെ മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷ പാർട്ടികൾക്ക് വലിയ സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ ഏതെങ്കിലും തരത്തിൽ അട്ടിമറി നടന്നിട്ടുണ്ടോ എന്നുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു. അത്തരം സംശയങ്ങൾ കോൺഗ്രസ് ആവർത്തിച്ച് ഉന്നയിക്കുന്നുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി അടക്കം അന്നു മുതൽ ആവർത്തിച്ച് ഉന്നയിക്കുന്നുണ്ടെങ്കിലും കാര്യമായ പ്രതിപക്ഷ നിരയിൽ നിന്ന് ഒരു കാര്യമായ അല്ലെങ്കിൽ ശക്തമായ രീതിയിലേക്കുള്ള ഒരു പ്രതികരണം അല്ലെങ്കിൽ ആ തരത്തിലേക്കുള്ള ഒരു പ്രതിഷേധം ഇതുവരെ ഉയർന്നിരുന്നില്ല. കാരണം പ്രധാനമായും പ്രതിപക്ഷ പാർട്ടികൾ പലരും പല സംസ്ഥാനങ്ങളിലും ഭരിക്കുകയാണ്. അപ്പോൾ ഭരിക്കുന്ന പാർട്ടികളും സമാനമായ രീതിയിൽ ജയിച്ചാണോ എന്നുള്ള ആരോപണം ഉയരും എന്നൊക്കെയുള്ള ചില ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ പ്രാഥമികമായും അത്തരം ചില സംശയങ്ങൾ ആ പാർട്ടികൾക്ക് നേരെയും വരില്ലേ, അല്ലെങ്കിൽ ആ ചോദ്യങ്ങൾ നേരിടേണ്ടി വരില്ലേ എന്നുള്ള ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ അങ്ങനെയല്ല. ഒരു മണ്ഡലം കൃത്യമായി എടുത്ത ആ മണ്ഡലത്തിൽ എങ്ങനെയൊക്കെയാണ് കൃത്യമായി വ്യാജ വോട്ടർമാരെ ചേർത്തുവെന്നും ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചുവെന്നും ഉള്ള ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഈ ആരോപണം ഏറെയും കുറഞ്ഞും ശക്തിയിലൊക്കെ മറ്റു പാർട്ടികളൊക്കെ പല സമയത്തും ഉന്നയിച്ചിട്ടുള്ളതാണ്. അതിനെ മുന്നിൽ നിന്ന് നയിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഒരു വിഷയത്തിലേക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഒരുമിച്ച് കൊണ്ടുവരാൻ കഴിയുന്ന തരത്തിലേക്ക് അതിനെ മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചും പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് രാഹുൽ ഗാന്ധി ഏറ്റെടുത്ത ഏറ്റവും വലിയൊരു സമരവും പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് രാഹുൽ ഗാന്ധിക്ക് മറ്റു പാർട്ടികളെല്ലാം രാഹുൽ ഗാന്ധി അംഗീകരിക്കേണ്ടി വരികയോ ചെയ്യുന്ന ഒരു നീക്കം കൂടിയാണിത്. എല്ലാ പ്രധാനപ്പെട്ട പാർട്ടികളും ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ഇന്ത്യ ബ്ലോക്കിനപ്പുറത്തേക്ക് ഇന്ത്യ ബ്ലോക്കിൽ നിന്ന് വിട്ടുപോയ ആം ആദ്മി പാർട്ടി അടക്കം ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഞങ്ങൾ ഇന്ത്യ ബ്ലോക്കിന്റെ ഭാഗമല്ല, ഇനി കോൺഗ്രസുമായോ അല്ലെങ്കിൽ ഈ സഖ്യവുമായോ ഏതെങ്കിലും തരത്തിൽ മറ്റ് ബന്ധമില്ല എന്ന് പ്രഖ്യാപിച്ച് പുറത്തുപോയ ആം ആദ്മി പാർട്ടി അടക്കം ഈ വിഷയത്തിൽ യോജിക്കുന്നു എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ച് തികച്ചും വെല്ലുവിളിയാണ്. 21 പാർട്ടികളിൽ നിന്നായി 300ഓളം MPമാരാണ് ഇതിൽ പങ്കെടുക്കുന്നത് എന്ന് ഓർക്കണം. ഏകദേശം ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നുള്ള എല്ലാ സംസ്ഥാനത്തു നിന്നുള്ള MPമാരും അല്ലെങ്കിൽ ആ സംസ്ഥാനത്തു നിന്നുള്ള പാർട്ടികളുടെ എല്ലാം പ്രതിനിധികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ ഇന്ത്യ ആകമാനം ഈ ഒരു സമരത്തിന്റെ വ്യാപ്തി എത്തിക്കുവാൻ ഈ പ്രതിപക്ഷ നിരക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പ്രധാനമാണ്. പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ക്ലീൻ വോട്ടർ പട്ടിക അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഡിജിറ്റൽ വോട്ടർ പട്ടികയാണ് യഥാർത്ഥത്തിൽ ഇലക്ഷൻ കമ്മീഷന്റെ കയ്യിലുള്ളത്. ആ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടിക ക്ലീനാക്കി കൊടുക്കാൻ ഒരാൾക്ക് ഒരു വോട്ട് എന്നുള്ളതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വം തന്നെ. ഒരാൾക്ക് ഒന്നിലേറെ വോട്ട് ചെയ്താൽ അത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ശിലയെ തന്നെ അല്ലെങ്കിൽ അടിസ്ഥാനത്തെ തന്നെ തള്ളിക്കളയുന്നതാണ്. അംബേദ്കർ ഇത് ഭരണഘടന രൂപീകരണ സമയത്ത് തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള വിഷയമടക്കം ഇവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നു. ഒരാൾക്ക് ഒരു വോട്ട് എന്നുള്ളതും വോട്ടർ പട്ടിക സുതാര്യമായിരിക്കണം, അത് ശാസ്ത്രീയമായിരിക്കണം. അക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ച അല്ലെങ്കിൽ കള്ളത്തരം ആ കാര്യത്തിൽ ഉണ്ടാവരുത്. അതിൽ സംശയം ഒരു കാരണവശാലും ഉണ്ടാവരുത്. അതിൻ്റെ സുതാര്യത എല്ലാ പാർട്ടികൾക്കും ബോധ്യമായിരിക്കണം എന്നുള്ളത് അടിസ്ഥാനപരമായി ഇങ്ങനെ ഒരു വോട്ടിംഗ് നടക്കുന്ന ജനാധിപത്യ സംവിധാനത്തിൻ്റെ എല്ലാം ഏറ്റവും വലിയ അടിസ്ഥാന ശിലയാണ്. ആ അടിസ്ഥാന ശിലയിൽ തന്നെയാണ് ഇപ്പോൾ സംശയം ഉന്നയിക്കുന്നത്. ഈ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് സംഭവിച്ചാൽ പിന്നെ എങ്ങനെയാണ് വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിൽ നടക്കുന്ന വോട്ടിങ്ങിൽ ഭൂരിപക്ഷം ലഭിക്കുന്നവർ ജയിച്ചു എന്ന് പറയുമ്പോൾ അത് ആ ജയം പൂർണ്ണമായും ജനങ്ങളുടെ വിധിയാണോ എന്നുള്ള സംശയം ഉയർത്തുന്നു. അത്തരമൊരു സംശയം ഉയർത്തിക്കൊണ്ടാണ് ഇവർ സമരം പ്രതിപക്ഷ പാർട്ടികളായ കൂടി സമരം നടത്തുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരും BJPയും ഇത് പൂർണ്ണമായും തള്ളുകയാണ്. പരാജയം സംഭവിച്ചവർ നടത്തുന്ന വ്യാജ ആരോപണങ്ങൾ മാത്രമാണ് ഇതെന്നുള്ളതാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സത്യവാങ്മൂലം നൽകണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിരുന്നു. പക്ഷേ അത്തരം ഒരു ആവശ്യം അംഗീകരിക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല. അതിനുശേഷമാണ് ഇപ്പോൾ കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് നോട്ടീസ് വന്നിരിക്കുന്നത്. ഇതിനോട് സഹകരിക്കണം എന്നാണ് ഉള്ള അഭ്യർത്ഥനയാണ് നോട്ടീസിൽ പ്രധാനമായിട്ടുള്ളത്. ഇതിൽ എന്താണ് തെളിവുകൾ? ഒരാൾ 2 സ്ഥലത്ത് വോട്ട് ചെയ്തെന്ന് പറയുന്നു. ആ വോട്ട് നടത്തുന്ന തെളിവ് എന്ത് എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നു. ഇതിന് മറുപടിയായി പ്രതിപക്ഷ പാർട്ടികൾ പ്രധാനമായും പറയുന്നത്
ഈ പ്രധാനപ്പെട്ട ബൂത്തുകളിലെല്ലാം തന്നെ CCTV ഉണ്ടായിരുന്നു. പക്ഷേ ഈ CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ 45 ദിവസം കഴിഞ്ഞ് നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ആരോപണം ഉയർന്നിട്ട് പോലും ഈ CCTV ദൃശ്യങ്ങളെല്ലാം 45 ദിവസത്തിന് ശേഷം നശിപ്പിച്ചു എന്നുള്ള ഒരു വിഷയം ഉന്നയിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്തുകൊണ്ടാണ് നശിപ്പിച്ചത് എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നു. ഇങ്ങനെ CCTV ദൃശ്യങ്ങളില്ലാതെ എങ്ങനെയാണ് ഒരാൾ രണ്ടിടത്ത് വോട്ട് ചെയ്തു എന്ന് ഇപ്പോൾ തെളിയിക്കാനാവുക എന്നുള്ള ഒരു ചോദ്യം കൂടിയുണ്ട്. ഇനിയിപ്പോൾ മറ്റൊന്നുള്ളത് വോട്ടർ പട്ടികയുടെ ഡിജിറ്റൽ രൂപം ലഭ്യമാകുക എന്നുള്ളതാണ്. ഡിജിറ്റൽ രൂപം ലഭ്യമായിട്ടുണ്ടെങ്കിൽ അതിൽ ഒരാൾക്ക് ഒന്നിലേറെ സ്ഥലത്ത് വോട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വ്യാജ വിലാസിൽ വോട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൃത്യമായ പേരുകൾ ഒന്നുമില്ലാതെ, അല്ലെങ്കിൽ ആൾ ആരെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ ഫോട്ടോയോ പേരോ ഒന്നും കൃത്യമായി അച്ഛൻ്റെ അമ്മയുടെയും പേരൊന്നും കൃത്യമായിട്ടില്ലാതെ വോട്ടർ പട്ടികയിൽ ഉണ്ടെങ്കിൽ അതെല്ലാം കണ്ടെത്താൻ കഴിയും. ഇത് എത്രത്തോളം ശതമാനം വരും എന്നതും കണ്ടെത്താൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന രാഹുൽ ഗാന്ധി പറയുന്നത് ശരിയാണ് എന്നുണ്ടെങ്കിൽ പല മണ്ഡലങ്ങളിലും ആകെ ജയിച്ച ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ വോട്ടർമാർ ഇത്തരത്തിൽ ചേർത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വോട്ടിങ്ങിൽ അട്ടിമറി നടന്നിട്ടുണ്ട് എന്നത് വിശ്വസിക്കേണ്ടി വരും. അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള ഒരു ആരോപണം അത്തരത്തിലേക്ക് ഉള്ള ഒരു ആരോപണം തെളിയുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. പക്ഷേ ഇത് പൂർണ്ണമായും തള്ളിക്കളയുകയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അങ്ങനെ ഒരിക്കലും ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തിൽ ഉണ്ടായിട്ടില്ല. അവർ മറ്റൊരു ചോദ്യം കൂടി BJP ഉന്നയിക്കുന്നുണ്ട്. ഈ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതൊക്കെ പല ഘട്ടത്തിൽ പല ക്രമങ്ങൾ കടന്നുകൂടുന്നതാണ്. ഈ സമയത്തൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ ഘട്ടത്തിലൊക്കെ വോട്ടർ പട്ടികയിൽ വ്യാജന്മാർ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനും പരാതി ഉന്നയിക്കാനും ഒക്കെ സമയമുണ്ടായിരുന്നു. അന്നൊന്നും ഇത് എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്ന് ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ ബൂത്തുകളിൽ ഏജന്റുമാരുണ്ടെങ്കിൽ ഇങ്ങനെ വ്യാജ വോട്ടർമാർ കൂട്ടത്തോടെ വന്ന് വോട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് തടയാനുള്ള സംവിധാനമുണ്ട്. ആ സമയത്ത് എന്തുകൊണ്ട് തടഞ്ഞില്ല എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ പ്രതിപക്ഷ പാർട്ടികൾ പ്രധാനമായും ഉന്നയിക്കുന്നത് BJPയുടെ ശക്തി കേന്ദ്രങ്ങളായ പല സ്ഥലങ്ങളിലും പ്രതിപക്ഷ പാർട്ടികളിലെ ബൂത്തിലിരിക്കുന്ന ബൂത്ത് ഏജന്റുമാർക്ക് ഇത്തരത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. അവരുടെ അട്ടിമറിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര സർക്കാരിൻ്റെയും BJPയുടെയും ഒരു ഘടകമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് നിഷ്പക്ഷമായും ശാസ്ത്രീയമായും നടത്തേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ BJPക്കും കേന്ദ്ര സർക്കാരിനും വേണ്ടി അട്ടിമറിക്ക് കൂട്ടുനിൽക്കുന്നു എന്നുള്ള ആരോപണം കൂടിയാണ് പ്രതിപക്ഷ പാർട്ടികൾ പ്രധാനമായും ഉന്നയിക്കുന്നത്. ഇപ്പോഴും അവിടെ പ്രതിഷേധം തുടരുകയാണ്. അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിന് മുന്നിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. അതിന് വളരെ മുമ്പ് തന്നെ അവർ ബാരിക്കേഡ് കെട്ടി ഈ MPമാരെ തടഞ്ഞിരിക്കുകയാണ്. പല വനിതാ MPമാരടക്കം ബാരിക്കേഡ് മുകളിൽ കയറുന്ന പ്രതിഷേധം തുടരുകയാണ്. രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഈ സമരവേദിയിൽ തുടരുന്നുമുണ്ട്. और सामूहिक तरीके से सारे सांसद इलेक्शन कमीशन को एक दस्तावेज पेश करना चाहते हैं SIR को लेकर. यही हमारी मांग थी और मैंने कल दोपहर को चुनाव आयोग को ये खत लिखा था. अफसोस की बात है कि चुनाव आयोग जो अभी चुनाव आयोग बन गया है उस खत का जवाब नहीं देती है और अभी कहती है कि 30 सांसद आ सकते हैं. हमारी मांग थी कि सारे विपक्ष के सांसद सामूहिक ढंग से उनको एक दस्तावेज पेश करें. अभी हमें यहीं रोका गया है. निर्वाचन सदन तक हमें चलने नहीं दी जा रही है. तो ये तो यहीं तो पार्लियामेंट के सामने, संसद के सामने संसद की हत्या हो रही है. പ്രതിപക്ഷ MPമാരുടെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിനാണ് ഇപ്പോൾ തലസ്ഥാനം സാക്ഷ്യം വഹിക്കുന്നത്. ഒരുപക്ഷെ അടുത്തൊന്നും കണ്ടിട്ടില്ലാത്ത തരത്തിൽ ഐക്യത്തോടെ പ്രതിപക്ഷ MPമാർ നിരക്കുന്നു. അതിൽ ഇന്ത്യ സഖ്യത്തിന്റെ ബാനർ പോലും ഒഴിവാക്കുന്നു. ഇന്ത്യ സഖ്യത്തിൽ നിന്ന് വിട്ടുപോയവരെ കൂടി ഉൾപ്പെടുത്താൻ ആ ബാനർ പോലും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഐക്യ പ്രഖ്യാപനമാണ് ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ തലസ്ഥാനത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കിരൺ തുടരുന്നുണ്ട്. കിരൺ, ഒരു പക്ഷേ ഇത്രയും വർഷത്തെ NDA ഭരണത്തിനിടയിൽ ഇങ്ങനെ ഒരു ഐക്യ സ്വഭാവത്തോടെയുള്ള ഒരു പ്രതിപക്ഷ പ്രതിഷേധം നമ്മൾ കണ്ടിട്ടില്ല. ഇത് എല്ലാവരെയും ബാധിക്കുന്ന വിഷയമാണ്. ആ നിലയ്ക്ക് അങ്ങനെ ഒരു ഐക്യം ഉറപ്പിക്കാനും ഒന്നിച്ചൊറ്റ നിരയിൽ എല്ലാവരെയും കൊണ്ടുവരാനും എത്രത്തോളം കോൺഗ്രസിന് രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടുണ്ട്? മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പ്രതിപക്ഷത്തു നിന്നുണ്ടാകുന്ന ഏറ്റവും ശക്തമായ സമരം എന്ന് പറയാം, ഏറ്റവും ശക്തമായ പ്രതിപക്ഷ കൂട്ടായ്മ കൂടി